2008 ജൂണിൽ 16 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അതിനുള്ളുണ്ട്. ഓക്കെ, സ്റ്റെർലിംഗ് ഇൻഡസ്ട്രി ലിമിറ്റഡ്, ശ്രദ്ധിക്കണേ, സ്റ്റെർലിംഗ് ഇൻഡസ്ട്രി ലിമിറ്റഡ് മാനുഫാക്ചർ പ്രൊഡക്റ്റിൻ്റെ പേരെന്താ? സെഡ്. നമ്മുടെ ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്. ഓക്കെ അല്ലേ? മേക്കിംഗ് അസംബ്ലി 3 കോമ്പോണൻ്റ് ആണ്, ABC. അങ്ങനെ പറഞ്ഞ എയും ബിയും സിയും കൂടെ എന്ത് ചെയ്യണം? കമ്പൈൻ ചെയ്യണം. നമ്മൾ അസംബ്ലി എന്ന് പറയുമ്പോൾ ഇപ്പോൾ കമ്പ്യൂട്ടറൊക്കെ അസംബ്ലി പറയുമ്പോൾ എന്താ? എയും ബിയും കൂടെ പല സാധനങ്ങളും കൂടെ അസംബ്ലി ചെയ്യില്ലേ? അതോ ABC. The components are made in the machine shop using 3 identical machines, each of which can be make any of the 3 components. അതോ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട് അത് ഉണ്ടാക്കാനുള്ള സംവിധാനം 3 എണ്ണം നമ്മളിപ്പോൾ സ്വന്തം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹവർ ദ ടോട്ടൽ കപ്പാസിറ്റി. പക്ഷെ നമ്മുടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മുടെ മെഷീൻ ഹവർ ടോട്ടൽ എത്രയേ ഉള്ളൂ? 12,000 ഉള്ളൂ. ഓക്കെ അല്ലേ? 12,000 മെഷീൻ ഹവർ വർക്ക് ചെയ്യാനേ പറ്റുള്ളൂ. ഇതാണ് ലിമിറ്റിംഗ് ഫാക്ടർ നമ്മുടെ. ഓക്കെ അല്ലേ? പെർ മന്ത് കേട്ടോ. ആൻഡ് ഇറ്റ് ഈസ് ജസ്റ്റ്, ഇനി അടുത്ത ഏറ്റവും ട്രിക്കി ആയിട്ടുള്ള കൊടുത്ത പോയിൻ്റാണ് ഈ പോയിന്റ്. ഇറ്റ് ഈസ് ജസ്റ്റ് സഫിഷ്യൻറ്റ് ടു മീറ്റ് ദ കറണ്ട് ഡിമാൻഡ്. നമ്മുടെ കറണ്ട് ഡിമാൻഡ് മീറ്റ് ചെയ്യാനുള്ള അത്രയാണ് ഇവിടെ ഉള്ളത്. കറണ്ട് ഡിമാൻഡ് മീറ്റ് ചെയ്യാനുള്ള ഹവർ ഉണ്ട്. അപ്പോൾ അടുത്ത ചോദ്യം, കറണ്ട് ഡിമാൻഡ് എത്ര എന്നാ? അത് കാണാൻ വേണ്ടിയിട്ട് ട്രിക്ക് ഉണ്ട്. എന്താ പറയട്ടെ, ഇവിടെ ചില അലൈൻമെൻറ്റ് പ്രശ്നമുണ്ട്. എവിടെയാണ് അറിയാലോ? മിഷൻ ഹവർ, വേരിയബിൾ കോസ്റ്റ്, മാർക്കറ്റ് പ്രൈസ്, ഇതെല്ലാം തന്നെ നോക്കേണ്ടി വരും. കോമ്പണൻ്റ് ആണത്. ഓക്കെ അല്ലേ? ഒരു ഹെഡിങ് ഇതാട്ടോ, കോമ്പണൻ്റ്. ഓക്കെ അല്ലേ? പിന്നെ മിഷൻ ഹവർ റിക്വയർഡ് പെർ യൂണിറ്റ്. മിഷൻ ഹവർ റിക്വയർഡ് പെർ യൂണിറ്റ് ആണ് ഇത്. ഞാൻ വരച്ചായിരുന്നു ഇത്. പിന്നെ വരയ്ക്കാണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നത് കറക്റ്റ് അലൈൻമെൻ്റ് അല്ലല്ലോ അത്. അടുത്ത് വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്. പിന്നെ എങ്ങനെയാണ് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുക? നമുക്ക് ഓക്കെ, വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്. ഈ 4 ഇങ്ങോട്ട് വരണം കേട്ടോ. പൊടച്ചെറുപ്പം എന്തൊക്കെ കാണണം. ഈ 4 ഇങ്ങോട്ടാണ്. പിന്നെ ഈ 48 ഇങ്ങോട്ട്, 64 ഇങ്ങോട്ട്. ഇതാണ് കറക്റ്റ് അലൈൻമെൻറ്റ്. അപ്പോൾ ശരി, ഇപ്പോൾ കുറച്ചൊക്കെ ശരി. ഓക്കെ അല്ലേ? മാർക്കറ്റ് പ്രൈസ് വിച്ച് ദ കോമ്പണൻറ്റ് ക്യാൻ ബി പർച്ചേസ്ഡ്, അതാണ് ഇതിട്ടാ. ഓക്കെ അല്ലേ? അപ്പോൾ എത്ര കോളുണ്ട് ഇവിടെ? 4 ഉണ്ട്. 4 ഹെഡ് ഉണ്ട്. ഏതൊക്കെ ഹെഡ് ഒന്നുകൂടെ പറഞ്ഞെല്ലാവരും? ഏതാ ഫസ്റ്റ് ഹെഡ്? ഏതാ? കോമ്പണൻറ്റ്. ഏതൊക്കെ കോമ്പണൻറ്റ്? ABC. അങ്ങനെ പറഞ്ഞു. പിന്നെ ഏതാ? മിഷൻ ഹവർ റിക്വയർഡ് പെർ യൂണിറ്റ് എത്രയാ? 4 അവർ, 5 അവർ, 6 അവർ. അടുത്ത ഏതാ? വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാ? 48, 60, 80. പിന്നെ അടുത്ത ഏതാ? മാർക്കറ്റ് പ്രൈസ് ഇൻ വിച്ച് കോമ്പണൻറ്റ് ക്യാൻ ബി പർച്ചേസ്ഡ് ഇഫ് റിക്വയർഡ് എത്രയാ? 64, 75, 110. കറക്റ്റ്. പിന്നെ ഇത് അസംബിൾ ചെയ്യാനുള്ള കോസ്റ്റ് ഇല്ലേ? എത്ര റുപ്യ വരും? 30. കാരണം എയും ബിയും സിയും കൂടെയിട്ട് എന്ത് ചെയ്യണം? ഇസഡ് എന്നുള്ള പ്രൊഡക്റ്റ് ആക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? അസംബിൾ ചെയ്യണം. അസംബിൾ ചെയ്യാനുള്ള കോസ്റ്റാണ് എത്ര റുപ്യ വരുന്നത്? 30. ഓക്കെ അല്ലേ? യെസ്, ക്ലിയർ. അപ്പോൾ അതും ഒന്ന് നോട്ട് ചെയ്യാം. റുപ്പീസ് ആണത്, ₹30 ആണ്. ഇത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കരുതിയാൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ? അവിടെ ഒരു കാര്യം അവർ പറയുന്നുണ്ട്. എന്താണ്? എയും ബിയും സിയും നിലവിലെ ഡിമാൻഡ് മീറ്റ് ചെയ്യാനുള്ളതുണ്ട്. പക്ഷെ ഇനി ഡിമാൻഡ് കൂടുകയാണെങ്കിൽ അതിനുള്ള സാധനമല്ല. അപ്പോൾ ഈ സാധനം എന്ത് ചെയ്യേണ്ടി വരും? മേ ബി എയോ ബിയോ സിയോ പുറത്ത് മേടിക്കേണ്ടി വരും. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ ആണോ? എയോ ബിയോ സിയോ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? പുറത്തുനിന്ന് മേടിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ പുറത്തുനിന്ന് മേടിക്കുകയാണെങ്കിൽ ഏക്ക് എത്ര റുപ്യ കൊടുക്കണം? 64. പക്ഷെ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ 48 എക്സ്ട്രാ പൈസ കൊടുക്കണം അല്ലേ? അതേപോലെ നമ്മൾ 60 ഉണ്ടാക്കുന്ന ബി പുറത്ത് മേടിക്കാൻ 75, 15 രൂപ കൂടുതലാവും. സി 80 110 പുറത്ത് മേടിക്കാൻ എത്ര റുപ്യാവും? 30 രൂപയാവും. ക്ലിയർ ആണോ? സ്വാഭാവികം. ഓക്കെ, പക്ഷെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഏതെങ്കിലും ഒന്ന് പുറത്തുനിന്ന് എന്ത് ചെയ്യേണ്ടി വരും? മേടിക്കേണ്ടി വരും. അപ്പോൾ ഏത് മേടിക്കണം എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, യെസ്, അതാണ് ടിസ്റ്റ്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട സാധനം ഞാൻ പറയാം. ഇതെന്താ വെച്ചാൽ എത്ര ഡിമാൻഡ് നിലവിൽ എന്നുള്ളത് അറിയില്ല. നമ്മുടെ അടുത്ത് 12,000 ഉണ്ടെന്ന് അറിയാം. ഒരു യൂണിറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ എത്ര സമയം വേണമെന്നൊന്ന് കാൽക്കുലേറ്റ് ചെയ്തൂടെ? എത്ര വേണം ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ? 4 + 5 + 6 എത്ര വരും? 15 മണിക്കൂർ. അപ്പോൾ 12,000 കൊണ്ട് നമുക്ക് എത്ര യൂണിറ്റ് ഉണ്ടാക്കാം? 12,000 / 15. അതാണ് നമ്മുടെ കറണ്ട് ഡിമാൻഡ്. കണ്ട ഹിൻഡ് കൊണ്ട് മനസ്സിലായില്ലേ? കറണ്ട് ഡിമാൻഡ് എത്ര ഉള്ളത്? 800. ക്വസ്റ്റ്യനിൽ തന്നില്ല, തന്നു എന്ന് വിചാരിക്കുക. കറണ്ട് ഡിമാൻഡ് 800. അത് ഉണ്ടാക്കാൻ എത്ര മണിക്കൂർ വേണം?
15 മണിക്കൂർ. അപ്പോൾ ടോട്ടൽ എത്ര വരും? 12,000. ഇതിൽ നമുക്ക് ഇതറിയില്ല, ഇത് രണ്ടും അറിയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 12,000 ഡിവൈഡ് ബൈ 15 അടിച്ചിട്ട് അതിൽ വ്യക്തമായിട്ട് എന്ത് കണ്ടെത്തും? 800 കണ്ടെത്തും. അതിൻ്റെ വർക്കിംഗ് ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് അതിൽ. ഇനി ഫിക്സഡ് കോസ്റ്റ് സിമ്പിളാണ്, 50 റുപ്യ. അതിന് വേറെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. പ്രൊഡക്റ്റ് സെഡ് സോൾഡ് ചെയ്യുന്ന 300 പെർ യൂണിറ്റാണ് സെല്ലിംഗ് പ്രൈസ്. ഫ്രം ദ നെക്സ്റ്റ് മന്ത് ഓൺവേർഡ് കമ്പനി എക്സ്പെക്റ്റഡ് സെഡ് അഥവാ പ്രൊഡക്ഷൻ കൂടും. 800 ഉള്ളത് പ്ലസ് 25%. അപ്പോൾ എത്രയാണ്? 1000 ആവും. എത്ര എണ്ണം കൂടും? 200. അടുത്ത മാസം ഡിമാൻഡ് 800 നിന്ന് എത്ര ആവും എന്ന് പറഞ്ഞാൽ 200 കൂടി 1000 ആവും. ഓക്കെ. ഇനി ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ലിമിറ്റ് മിഷൻ കപ്പാസിറ്റി. പക്ഷെ നമ്മുടെ പ്രശ്നം എന്താ? മിഷൻ കപ്പാസിറ്റി ടോട്ടൽ എത്രയേ ഉള്ളൂ? 12,000 ഹവറാണോ? അതാണ് ലിമിറ്റ് ചെയ്തുള്ളത്. ഓക്കെ അല്ലേ? ഐ തിങ്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി എവിടെ ചെയ്തിട്ടുണ്ടാവണം? ട്രാൻസ്ഫർ പ്രൈസിൽ ലിമിറ്റിംഗ് ഫാക്ടറിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അതാണ് ട്രാൻസ്ഫർ പ്രൈസിൽ, അതിൻ്റെ സിമിലർ സാധനം. കമ്പനി വാണ്ട് ടു മീറ്റ് ദ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ബൈ ബൈയിങ് സച്ച് കോമ്പണൻറ്റ്. അടാ, അപ്പോൾ ഒരു കാര്യം ഉറപ്പല്ലേ, 12,000 നമുക്ക് 1000 യൂണിറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല, ഷുവറാണ്. കാരണം 800 കപ്പാസിറ്റി ഉള്ളൂ. എത്ര? 12,000. അപ്പം ഇനി നിങ്ങൾ എയോ ബിയോ സിയോ പുറത്തുനിന്ന് മേടിച്ചിട്ട് എന്ത് ചെയ്യേണ്ടി വരും? ഏറ്റവും ലാഭകരമായ രീതിയിൽ എന്ത് ചെയ്യേണ്ടി വരും? പ്രൊഡക്ഷൻ നടത്തേണ്ടി വരും. ഇതാണ് പോയിന്റ്. ഓക്കെ അല്ലേ? ക്ലിയർ? ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് എന്താ? കറണ്ട് ഡിമാൻഡ് ആൻഡ് പ്രോഫിറ്റ് മെയ്ഡ് ബൈ ദ കമ്പനി. കറണ്ട് ഡിമാൻഡ് എത്ര? 800. പ്രോഫിറ്റ് എങ്ങനെ കാണാം? 800 ഇൻറ്റു ഏതാണ്? സെയിലിംഗ് പ്രൈസ് മൈനസ് വാരിയബിൾ കോസ്റ്റ്. അപ്പോൾ കോൺട്രിബ്യൂഷൻ കിട്ടും. മൈനസ് ഫിക്സ്ഡ് കോസ്റ്റ് 50,000 ലെസ് ചെയ്താൽ കിട്ടും. സിമ്പിൾ അല്ലേ? ഓക്കെ അല്ലേ? ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? ഒന്നാമത്തെ ആൻസറാണ് ഈ കാണുന്ന ഇത്രയും ഭാഗം. ഓക്കെ അല്ലേ? ഫസ്റ്റ് എന്താ പറയുന്നത്? വായിച്ചു വിട്ടാൽ മതി. വളരെ സിമ്പിളാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. കാൽക്കുലേഷൻ ഓഫ് കറണ്ട് ഡിമാൻഡ് ആൻഡ് പ്രോഫിറ്റ് മെയ്ഡ് ബൈ ദ കമ്പനി അല്ലേ? ക്വസ്റ്റ്യൻ സേസ് ദാറ്റ് വായിക്കും ടോട്ടൽ കപ്പാസിറ്റി 12,000 മെഷീൻ ഹവർ പെർ മന്ത് ഈസ് ഈക്വൽ ടു മീറ്റ് ദ കറണ്ട് ഡിമാൻഡ്. സോ ദ കറണ്ട് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു മെഷീൻ കപ്പാസിറ്റി ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് മെഷീൻ ഹവർ റിക്വയർഡ് പെർ യൂണിറ്റ് ഈസ് ഈക്വൽ ടു എത്ര? 800 യൂണിറ്റ്. ഓക്കെ അല്ലേ? ദെൻ അടുത്തതാ എന്താ കാണാനുള്ളത്? 800 ഇൻറ്റു 300 സെയിൽസ് മൈനസ് വാരിയബിൾ കോസ്റ്റ് എത്ര കാണണം? വാരിയബിൾ കോസ്റ്റ് കാണും. ക്വസ്റ്റ്യൻ നോക്കി നോക്ക്. വാരിയബിൾ കോസ്റ്റ് 48 അല്ലേ? പ്ലസ് എ ഉണ്ടാക്കാനുള്ളത് 48, ബി ഉണ്ടാക്കാൻ എത്രയാണ്? അപ്പോൾ കാൽക്കുലേറ്റ് ഒക്കെ ചെയ്ത് നോക്കിക്കോളൂ. ഇവിടെ ചിലപ്പോൾ തെറ്റുണ്ടാവും. 60 പ്ലസ് എത്രയാണ്? 80. ഇനി അസംബ്ലി ചെയ്യണ്ടേ എല്ലാം കൂടെ? അതിന് എത്ര റുപ്യ വരും? 30 റുപ്യ. അപ്പോൾ ടോട്ടൽ എത്ര വരും? 218. അങ്ങനെ 800 യൂണിറ്റിന് 1,74,400. സിമ്പിൾ അല്ലേ? അപ്പോൾ എന്ത് കിട്ടി? കോൺട്രിബ്യൂഷൻ കിട്ടി. ഫിക്സ്ഡ് കോസ്റ്റ് 50,000 ലെസ് ചെയ്ത 15,600 പ്രോഫിറ്റ് നൗ, ഇപ്പോൾ നിലവിലുള്ള പ്രോഫിറ്റ്. ഓക്കെ അല്ലേ? യെസ്. ഇനി അടുത്ത തവണ എന്താ ഉണ്ടാവുന്നത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവും. ക്വസ്റ്റ്യൻ്റെ ബാക്കി വായിക്കും. വായിക്കും മക്കളെ. വിച്ച് കോമ്പണൻറ്റ് പറയുമ്പോൾ എ ബി സി ഇതിൽ ഏതെങ്കിലും ഒന്ന് പുറത്ത് മേടിക്കേണ്ടി വരും. കാരണം നമുക്കറിയാം, നമുക്ക് ലിമിറ്റിംഗ് ഫാക്ടർ ഉണ്ട്. 12,000 അവേഴ്സ് ഉള്ളൂ. മെനി യൂണിറ്റ് ഓഫ് ദ ഹൗ മെനി യൂണിറ്റ് വിച്ച് കോമ്പണൻറ്റ് എന്ന് പറഞ്ഞാൽ എത്ര യൂണിറ്റ് മേടിക്കണം എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? സെയിം ഷുഡ് ബി ബോട്ട് ഫ്രം മാർക്കറ്റ് ടു മീറ്റ് ദ ഇൻക്രീസ്ഡ് ഡിമാൻഡ്. ഇൻക്രീസ്ഡ് ഡിമാൻഡ് പറയുമ്പോൾ 200 കണക്കാക്കേണ്ട. 1000 നമ്മൾ എത്ര എന്ത് ചെയ്യേണ്ടി വരും? ഏതെങ്കിലും ഒരു കോമ്പണൻറ്റ് പുറത്ത് മേടിക്കേണ്ടി വരും. പ്രശ്നം മനസ്സിലായില്ലെങ്കിൽ എന്താ? ലിമിറ്റിംഗ് ഫാക്ടർ ഉണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക. ഇതാണ് ഇവിടുത്തെ ഏറ്റവും ലെങ്തിയസ്റ്റ് ആയിട്ടുള്ള പോർഷൻ. ശ്രദ്ധിക്കുക. വായിച്ചാൽ കോമ്പണൻറ്റ് വായിച്ചോ. കോമ്പണൻറ്റ് ടു ബി ബോട്ട് ഫ്രം ദ മാർക്കറ്റ് ടു ദ മീറ്റ് 25% അഡീഷണൽ ഡിമാൻഡ് ഫ്രം ദ നെക്സ്റ്റ് മന്ത് ഓൺവേർഡ്സ്. അടുത്ത മാസം 25% കൂടുന്നുണ്ട്. ആ കൂടുന്ന എത്രയാണ്? 1000 മൊത്തമായി നെക്സ്റ്റ് മന്തിൽ. ബട്ട് വി ഹാവ് കപ്പാസിറ്റി ഓൺലി എത്ര ഉള്ളൂ? 12,000. അത് വെച്ചിട്ട് നമുക്ക് എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ? 800. സോ വി ഹാവ് ടു ബൈ സം കോമ്പണൻറ്റ് ഫ്രം ഔട്ട്സൈഡ്. അപ്പോൾ അടുത്ത ചോദ്യം, ഏതാണ് ആ കോമ്പണൻറ്റ് ഔട്ട് സൈഡിൽ നിന്ന് മേടിക്കേണ്ടത്? അതിന് ഒരു സാധനമുണ്ട്. ഇത് ബേസ് ചെയ്തിട്ട് കണ്ടാൽ മതി. എന്താണ് ആ സാധനം? ശ്രദ്ധിക്കുക. ലീസ്റ്റ് കോസ്റ്റ് സേവ്ഡ് പെർ ഹവർ. എന്താണ് പറഞ്ഞത്? ലീസ്റ്റ് കോസ്റ്റ് സേവ്ഡ് പെർ ഹവർ. ഓക്കെ അല്ലേ? അതിന് ആ ലീസ്റ്റ് കോസ്റ്റ് സേവ്ഡ് ഉള്ള സാധനം നമ്മൾ ഷുഡ് ബൈ ഫ്രം ദ മാർക്കറ്റ്. ഏറ്റവും കോസ്റ്റ് സേവിങ്സ് ഉള്ളത് അത് പുറത്തുനിന്ന് മേടിക്കാം. ഓക്കെ അല്ലേ? ഏറ്റവും കോസ്റ്റ് സേവ് ചെയ്യുന്നത് കൂടുതലുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം അല്ലേ? കോസ്റ്റ് സേവ് ചെയ്യാന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് കൂടുതൽ എന്നല്ലേ അതിൻ്റെ അർത്ഥം.
അപ്പോൾ പ്രോഫിറ്റ് കുറവുള്ളത് തന്നെയാണ് ഉദ്ദേശിച്ചത്. ഏതാണ്? കോസ്റ്റ് സേവ് ചെയ്യുക, അതാണ് പ്രോഫിറ്റ് കുറവുള്ളത്. അപ്പോൾ ഷുഡ് ബൈ ഫ്രം ദ മാർക്കറ്റ്. ഞാൻ ക്ലാരിറ്റി തരാം. അത് എങ്ങനെ കണ്ടെത്തുക എന്നുള്ളതാണ്. എങ്ങനെ? ലീസ്റ്റ് കോസ്റ്റ് സേവ്ഡ് പെർ ഹവർ എന്ന് കാണണം. എങ്ങനെ കാണണം? അഡീഷണൽ കോസ്റ്റ് ഡിവൈഡ് ബൈ ഹവർ പെർ യൂണിറ്റ്. നിങ്ങൾ കോൺട്രിബ്യൂഷൻ പെർ ലിമിറ്റിംഗ് ഫാക്ടർ ഒക്കെ കാണാറില്ലേ? ഇവിടെ കോൺട്രിബ്യൂഷൻ തന്നിട്ടില്ല. അതിന് പകരം എന്താ നമ്മൾ കാണുന്നത്? പുറത്തുനിന്നുള്ള പ്രൈസും എവിടെ നിന്നുള്ള പ്രൈസും ഉണ്ടാക്കുമ്പോഴുള്ള പ്രൈസും തമ്മിലുള്ള വ്യത്യാസം എടുത്തിട്ട് അതിനെ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? ഹവർ കൊണ്ട്. ഡോണ്ട് വെറി, ഇവിടെ കറക്റ്റ് കൊടുത്തിട്ടുള്ള കാൽക്കുലേഷൻ ഇതാ കണ്ടോ. ABC, എയുടെ അഡീഷണൽ കോസ്റ്റ് ടു പർച്ചേസ്. ക്വസ്റ്റ്യൻ നോക്കണമെങ്കിൽ അപ്പോഴേ കറക്റ്റ് കിട്ടുള്ളൂ. ഉണ്ടാക്കുകയാണെങ്കിൽ എത്ര വരിക? 48 അല്ലേ? എ ഉണ്ടാക്കുകയാണെങ്കിൽ 48 അല്ലേ? വാരിയബിൾ കോസ്റ്റ് എടുത്താൽ പോരെ. പക്ഷെ പുറത്തുനിന്ന് മേടിക്കുകയാണെങ്കിൽ എത്ര? 64. അപ്പോൾ എത്ര എക്സ്ട്രാ കോസ്റ്റ് വരും? 16 രൂപ. ക്ലിയർ? അതേപോലെ ബിയുടെ എത്രയാ? 60 ഉണ്ടാക്കുകയാണെങ്കിൽ പുറത്ത് മേടിക്കുകയാണെങ്കിൽ 75. അപ്പോൾ എത്ര വരും? 15. സിയുടെ 80 ഉണ്ടാക്കുകയാണെങ്കിൽ 110. അപ്പോൾ എത്ര വരും? 30. പിന്നെ ഇതിന് ഹവർ പെർ യൂണിറ്റ് അറിയാലോ. എ ഉണ്ടാക്കാൻ എത്ര ഹവർ അവിടെ തന്നെ തന്നിട്ട് 4, ബിക്ക് എത്ര? 5, മറ്റേ എത്ര? 6. ഇനി എന്ത് ചെയ്താൽ മതി? കോസ്റ്റ് സേവ്ഡ് പെർ ഹവർ കാണാൻ എന്ത് ചെയ്താൽ മതി? 16 ഡിവൈഡഡ് ബൈ 4. അപ്പോൾ എത്ര റുപ്യ ഇവിടെ സേവ് ചെയ്യുക? 4 റുപ്യ സേവ് ചെയ്യും. ബി ആണെങ്കിൽ എത്ര സേവ് ചെയ്യും? അങ്ങനെ പറഞ്ഞാൽ എന്താ? നമ്മൾ ഇവിടുന്ന് ഉണ്ടാക്കുക നമ്മൾ ഇവിടുന്ന് ഉണ്ടാക്കിയാൽ 4 റുപ്യ നമുക്ക് ലാഭം കിട്ടും. സേവ് ചെയ്യാറ് ലാഭം കിട്ടിയല്ലേ. ബി ഇവിടുന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ എത്ര ലാഭം കിട്ടുള്ളൂ? 3. അപ്പം നിങ്ങൾ എനും ബിനും കമ്പയർ ചെയ്യുമ്പോൾ ഏതാ പുറത്തുനിന്ന് മേടിക്കുക? ബി നമുക്ക് 3 റുപ്യ എന്ത് ചെയ്യുള്ളൂ? പ്രോഫിറ്റ് തരുള്ളൂ. മറ്റേ 4 തരും. സി എന്തായാലും ലൈഫും മുകളിലാണ് അല്ലേ? അപ്പം റാങ്ക് ചെയ്യുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഏതാണ്? സി അല്ലേ? റാങ്ക് ചെയ്യുമ്പോൾ പിന്നെ ഏതാണ്? എ. പിന്നെ ഏതുള്ളൂ? ബി ഉള്ളൂ. മനസ്സിലായ? ബി ആണ് നമുക്ക് ഏറ്റവും കുറവ് കോസ്റ്റ് സേവിങ് നൽകുന്നത്. ഓക്കെ ആണോ? കാൽക്കുലേഷൻ ക്ലിയർ അല്ലേ? 16 ഡിവൈഡഡ് ബൈ 4. ഓക്കെ ആണോ? അപ്പോൾ റാങ്കിങ് മനസ്സിലുണ്ടാവട്ടെ. അപ്പോൾ അടിയിൽ എഴുതാണ് എന്താ? ലീസ്റ്റ് കോസ്റ്റ് സേവ്ഡ് പെർ ഹവർ ഈസ് ബി, സോ ബി ഷുഡ് പർച്ചേസ് ഫ്രം മാർക്കറ്റ്. ടോട്ടൽ അവൈലബിൾ ഹവേഴ്സ് നമുക്കറിയാം എത്ര? 12,000 ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ആസ് ഫോളോസ്. ഈ 12,000 എങ്ങനെ എന്ത് ചെയ്യണം? യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോഴല്ലേ നമുക്കിപ്പോൾ ക്വസ്റ്റ്യനിൽ 2 കാര്യങ്ങളാണ് ചോദിച്ചത്. ഒന്ന് പറഞ്ഞ് ബിയിൽ 2 കാര്യം ചോദിച്ചിട്ടുണ്ട്. ഏതാ? വിച്ച് കോമ്പണൻറ്റ്? അത് മനസ്സിലായി. ഏതാണ് ആ കോമ്പണൻറ്റ്? ബി ആണ്. മനസ്സിലായി. അതിൻ്റെ കാരണം തരുന്നത് കോസ്റ്റ് സേവ്ഡ് പെർ ഹവർ ലീസ്റ്റ് ഉള്ളത്. ഓക്കെ അല്ലേ? കംഫർട്ടബിൾ അല്ലേ? ഒരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട്. ഹൗ മെനി യൂണിറ്റ്? അതാണ് ഞാൻ കാണാൻ പോകണം. ഹൗ മെനി യൂണിറ്റ്? ഈ ടേബിൾ സിമ്പിൾ സാധനമാണ്. കണ്ടോ? എന്താ? റാങ്ക് 12,000 അല്ലേ മൊത്തം ഹവേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾ ആദ്യം യൂസ് ചെയ്തു, പിന്നെ അതാണ് ബാലൻസ്. അപ്പോൾ റാങ്ക് 1 പ്രകാരം നിങ്ങൾ ആദ്യം ഏതുണ്ടാക്കും? സി ഉണ്ടാക്കും. സി എത്ര എണ്ണം ഉണ്ടാക്കും? 1000 എണ്ണം. ഓക്കെ അല്ലേ? എയും ബിയും സിയും ഒക്കെ 1000 ഉണ്ടാക്കിയിട്ട് 1000ന്റെ ഈ എയും ബിയും സിയും കൂടെ കമ്പോണന്റ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര സെഡ് ഉണ്ടാവും? 1000 സെഡ് ഉണ്ടാവും. അത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? അല്ലാതെ ഇവിടെ ഇങ്ങനെ പറയുന്നില്ല. ഒരു സെഡിന് 2 യൂണിറ്റ് എല്ലാം എത്ര വേണ്ടി വരിക? ഓരോ യൂണിറ്റാണ് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ 6 മണിക്കൂർ എടുക്കും അത്ര സിക്ക്. ശരിയല്ലേ? ക്വസ്റ്റ്യൻ കറക്റ്റ് ആണല്ലേ? സി ഉണ്ടാക്കാൻ 6 മണിക്കൂറാണ്. അപ്പോൾ എത്ര മണിക്കൂർ വേണം? 6000. അപ്പോൾ 12,000ൽ സി ഉണ്ടാക്കാൻ 6000 മണിക്കൂർ യൂസ് ചെയ്താൽ ബാക്കി എത്ര വരും? 6000. ഓക്കെ അല്ലേ? ഇനി അടുത്ത റാങ്ക് ആർക്കുള്ളത്? എക്കാണ് അല്ലേ? ഇവിടെ 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 റാങ്ക് ഇതറാ ഏക്കല്ലേ? ഏക്ക്. എ എത്രയാണ് യൂണിറ്റ്? 1000 ഉണ്ടാക്കണം. എത്ര മണിക്കൂറാണ് എക്ക് വേണ്ടത്? 4. അപ്പോൾ എത്ര? 4000 എടുത്ത്. അപ്പം മൊത്തം 6ഉം 4ഉം 10 പോയിട്ട് ബാക്കി ഇനി എത്ര ഉള്ളൂ? 2000 ഉള്ളൂ. ഇനി ബി എത്ര എണ്ണം ഉണ്ടാക്കണം? ശരിക്കും 1000. അങ്ങനെ ഉണ്ടായാലും നമുക്ക് സെഡ് എത്ര വിൽക്കാൻ പറ്റുള്ളൂ? 1000 വിൽക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മുടെ അടുത്ത് 2000 ഇത് ഞാൻ തിരിച്ചു വരുന്ന കണ്ടില്ലേ? ഇത് ഇങ്ങോട്ട് വരുന്ന കേട്ടാ. കണ്ടോ? ആരോ കണ്ടില്ലേ? ഈ 2000 വെച്ചിട്ട് എത്ര 400 എണ്ണ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ലേ? എങ്ങനെ മനസ്സിലായി? 2000 അവർ ബിക്ക് കിട്ടിയാൽ ബിക്ക് ഒരെണ്ണം ഉണ്ടാക്കാൻ 5 മണിക്കൂറാന്ന് എഴുതിയിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ 2000 ഡിവൈഡ് ബൈ 5 എത്ര ഉണ്ടാക്കാൻ പറ്റുള്ളൂ? 400. അപ്പോൾ ശ്രദ്ധിച്ചു നോക്ക്. 400 ഉണ്ടാക്കാൻ ഇവിടെ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഇനി 1000ലേക്ക് എത്ര വേണം? 600. അത് പുറത്തുനിന്ന് മേടിക്കണം. അതാണിത് റിസ്ട്രിക്റ്റഡ് ബൈ അവൈലബിൾ ഹവർ. അപ്പോൾ ഈ 400 യൂണിറ്റിൻ്റെ നോട്ടാണിത്. റിസ്ട്രിക്റ്റഡ് ബൈ അവൈലബിൾ ഹവർ. ഓക്കെ അല്ലേ? പ്രശ്നജലം അങ്ങനെയാണെങ്കിൽ ദാ വിത്ത് ദ ബാലൻസ് ഹവർ ഓക്കെ ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ഓൺലി എത്രയാണ്? 400. ബാലൻസ് അവർ ഉദ്ദേശിച്ചത് ഏതാണ്? 2000 അവർ ഉണ്ട് യൂണിറ്റ്. വിച്ച് മീൻസ് ബാലൻസ് യൂണിറ്റ് 600 യൂണിറ്റ് ഷുഡ് ബോട്ട് ഫ്രം ഔട്ട്സൈഡ് മാർക്കറ്റ് 2i. ഓക്കെ അല്ലേ? ഈ പ്രശ്നമൊന്നുമില്ല. ഇനി വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ കാണാം. എന്താണ് ബി ലാസ്റ്റ് ചോദിച്ചത്? സി എന്താ ചോദിച്ചുള്ളത്? വൈക്ക്
പ്രോഫിറ്റ് മെയ്ഡ് ബൈ ദ കമ്പനി ഇഫ് സജഷൻ ബി ഈസ് ആക്സെപ്റ്റഡ്. സജഷൻ ബി ആക്സെപ്റ്റ് ചെയ്ത് എന്താണ് ഏതാ സജഷൻ ബി പറഞ്ഞാൽ എന്താണ്? പുറത്തുനിന്ന് ഏത് മേടിക്കണം? ബി മേടിക്കണം. ഓക്കെ അല്ലേ? ഇവിടുത്തെ ബി എന്ന് ഉദ്ദേശിച്ചത് ഏതാണ്? ഈ ബി ആ ബി അല്ല, ഏതാണ്? എ ബി സിയുടെ പാർട്ട് ബി ആണ്. ഓക്കെ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ അപ്പോൾ എത്ര യൂണിറ്റ് നമുക്ക് വിൽക്കാൻ പറ്റും? ഇപ്പോൾ 1000 യൂണിറ്റ്. എത്ര റുപ്യ വരാം? 300. എത്ര റുപ്യക്ക് വിൽക്കാം? 3 ലക്ഷം. സി എ ബി, അത് ഞാൻ ആ ഓർഡറിൽ തന്നെ എഴുതിയ റാങ്കിൽ. സി ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എത്ര റുപ്യ വരും? 1000 ഉണ്ടാക്കാൻ 80 റുപ്യ വരും വാരിയബിൾ കോസ്റ്റ്. സി നമ്മൾ തന്നെ ഉണ്ടാക്കല്ലേ? അല്ല മക്കളെ, സി നമ്മൾ എന്ത് ചെയ്യാണ്? ഇൻ ഹൗസ് ആണ്. ഞാനിങ്ങനെ എഴുതാണ്. സി എന്താ ചെയ്യുന്നത്? ഇൻ ഹൗസ്. ഓക്കെ അല്ലേ? എയും എന്ത് തന്നെയാണ് ചെയ്യണമെന്ന്? ഇൻ ഹൗസ്. എ ഉണ്ടാക്കാൻ 48 റുപ്യ എത്ര? അപ്പോൾ എത്ര വരും? 48,000. ഓക്കെ അല്ലേ? ബിയും ഇൻ ഹൗസ് പറ്റുന്ന എത്ര ഉള്ളൂ? 400 യൂണിറ്റേ പറ്റുള്ളൂ. അപ്പോൾ 60 റുപ്യ വരെ വാരിയബിൾ കോസ്റ്റ്. അപ്പോൾ എത്ര വരും? 24,000. ബാക്കിയുള്ള എമൗണ്ട് എവിടുന്ന്? 600 യൂണിറ്റ് പുറത്തുനിന്ന് മേടിക്കണം. ബി പുറത്തുനിന്ന് മേടിക്കുകയാണെങ്കിൽ എത്ര റുപ്യ? 75. കുഴപ്പമില്ലല്ലോ. അപ്പോൾ എത്ര വരും? 45,000. ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതൊക്കെ അസംബിൾ ചെയ്യാൻ എത്ര റുപ്യ വരും? 30 റുപ്യ വരും. മുകളിൽ നമ്മൾ അസംബ്ലിങ് കോസ്റ്റ് എടുത്തിട്ടുണ്ട് അല്ലേ? എവിടെ? ഇതിലും അസംബ്ലിങ് കോസ്റ്റ് എടുത്തിട്ടുണ്ട്. കണ്ടോ? 30 എടുത്തിട്ടുണ്ട്. ക്ലിയർ? ഓക്കെ. ഗ്രേറ്റ്. അങ്ങനെയാണെങ്കിൽ മൊത്തം കോൺട്രിബ്യൂഷൻ എത്ര വരും? ഫിക്സഡ് കോസ്റ്റ് 50,000 വരും. പ്രോഫിറ്റ് എത്ര വരും? 23,000. ഓക്കെ അല്ലേ? പ്രോഫിറ്റ് കഴിഞ്ഞ കൊല്ലത്തെ പ്രോഫിറ്റ് എത്രയായിരുന്നു എന്ന് പറഞ്ഞു? 15 കൊല്ലല്ല മാസം. 15,600 എത്ര ആവുന്നുണ്ട്? 23,000 ആവുന്നുണ്ട്. ഇതൊക്കെ വന്നാൽ. ഓക്കെ അല്ലേ? യെസ്. റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ? സാധനം സെറ്റല്ലേ? ഓക്കെ. ഞാനെങ്കിൽ ഇതൊന്നുകൂടെ കേട്ടാൽ മതി.